ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ ഏവരും കാത്തിരിക്കുന്ന നയനയുടെയും ആദർശിന്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം. അപ്പൊ അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണം കേട്ടോ. അതിനോടൊപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകാൻ മറക്കരുത്. അപ്പൊ നമുക്ക് നേരെ നാളത്തെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നാളെ ഇനി പ്രധാനമായിട്ടും കാണിക്കാൻ പോകുന്നത് നമ്മുടെ അഭിക്ക് ഒരു ബ്രാഞ്ച് അങ്ങോട്ട് കൊടുക്കുകയാണ് കേട്ടോ. സത്യത്തിൽ അഭിക്ക് ബ്രാഞ്ച് കൊടുക്കുന്നത് നല്ല മനസ്സോടു കൂടിയൊന്നും അല്ല. ഒരിക്കലും അഭി നല്ല രീതിയിൽ ഇവരുടെ ആ ഒരു മൂർത്തീസ് ജ്വല്ലറി നോക്കിക്കൊണ്ട് പോവില്ല എന്ന് 100% അവിടെയുള്ള എല്ലാവർക്കും ഉറപ്പുണ്ട്. പക്ഷെ നവ്യയുടെ തലയ്ക്ക് വട്ടുപിടിച്ചിരിക്കുകയാണല്ലോ. നവ്യ അന്ധമായിട്ട് അഭിനെ വിശ്വസിച്ച് ഇരിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ ആദർശാണ് തെറ്റുകാരൻ. ആദർശ് അവിഹിതത്തിലൊക്കെ പോയി ഒരു കുഞ്ഞുണ്ട്, അപ്പൊ പിന്നെ തന്റെ ഭർത്താവിന് എന്തുകൊണ്ട് ഇനിയിപ്പോ മൂർത്തീസ് ജ്വല്ലറി ഭരിച്ചുകൂടാ എന്നൊക്കെയുള്ള ചിന്തയൊക്കെ കയറി തലയെ പിടിച്ചിട്ട് വട്ടുമൂത്ത് ഭ്രാന്ത് പൂട്ട് നടക്കുക എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണല്ലോ ഇത്രയും വൃത്തികെട്ടവനായ നമ്മുടെ അഭിനെ വിശ്വസിക്കുന്നത് നവ്യക്ക് ഭ്രാന്ത് ഉള്ളത് കൊണ്ടല്ലേ അങ്ങനെ നവ്യ വിശ്വസിക്കുന്നത്. അല്ലാതെ പിന്നെ എന്താ പറയാ. നവ്യ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറകെ ഒന്ന് ചിന്തിച്ചാൽ മതി. ചിന്തിച്ചു കഴിഞ്ഞാൽ അറിയാം നയനെ എന്തെങ്കിലും പറഞ്ഞാൽ അതിലെന്തെങ്കിലും കാര്യമുണ്ട്, ആദർശ് എന്തെങ്കിലും പറഞ്ഞാൽ അതിൽ കാര്യമുണ്ട്. പക്ഷെ അതൊന്നും ചിന്തിക്കാതെ അന്ധമായിട്ട് നമ്മുടെ അഭിനെ വിശ്വസിച്ച് നടക്കുന്ന നവ്യക്ക് ഉടനെ തന്നെ 8ന്റെ അല്ല 28ന്റെ അല്ല, ഞാൻ പണ്ട് പറയാറുള്ളത് പോലെ 68ന്റെ പണി തന്നെ കിട്ടാൻ പോവാ. അപ്പൊ അങ്ങനെ നമ്മുടെ മുത്തശ്ശനും അതുപോലെ ആദർശും നയനിയൊക്കെ സംസാരിക്കുന്ന ഒരു സീന് കാണിക്കുന്നുണ്ട്. അപ്പൊ അതിൽ മുത്തശ്ശൻ പറയുന്നുണ്ട്, ഇനിയിപ്പൊ നീട്ടിക്കൊണ്ട് പോകാൻ പറ്റില്ല, അതുകൊണ്ട് ആദർശൻ നീ ഒരു കാര്യം ചെയ്യണം, അഭിനെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിന്റെ ചുമതല നീ ഏൽപ്പിക്കുക. നീ പറഞ്ഞതുപോലെ തന്നെ ഒരു മാനേജറിനെ ഇവിടെ നിയമിക്കണം. അതും എല്ലാം അറിയാവുന്ന ഒരാള് തന്നെ ആയിരിക്കണം. അഭിനെ കുറിച്ചും അവനെല്ലാം അറിഞ്ഞിരിക്കണം. എന്നിട്ട് വേണം അവനെ ഒരു ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിക്കാനായിട്ട്. അല്ലെങ്കിൽ പിന്നെ നമ്മുടെ മൂർത്തീസ് ജ്വല്ലറി അഭി പൂട്ടിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നീ എല്ലാ കാര്യവും കണ്ടറിഞ്ഞ് ചെയ്യണം എന്ന് പറയാം. അപ്പൊ നയനയ്ക്കൊരു ചെറിയ പേടി ഉണ്ട്. അപ്പൊ നയന പറയുന്നുണ്ട്, ഇത് എത്രത്തോളം സക്സസ് ആവും അറിയില്ലല്ലോ മുത്തച്ഛ. ഇനിയിപ്പം അഭി അവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പിന്നെ വലിയ പ്രശ്നമാവില്ലേ, നമ്മുടെ മൂർത്തീസ് ജ്വല്ലറികളെ മൊത്തം അത് ബാധിക്കില്ലേ എന്ന് പറയുമ്പം അതൊക്കെ അറിയാം. അതുകൊണ്ടാണല്ലോ ഞാൻ പറഞ്ഞത് ഒരു നല്ല മാനേജറെ ആദർശ് പറയുന്ന പോലെ തന്നെ അവിടെ നിയമിക്കുകയാണെങ്കിൽ ആ മാനേജറുടെ മുൻപിലായിരിക്കുമല്ലോ ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പം കണ്ണും ചെവിയും ഒക്കെ ഉള്ള ഒരു മാനേജറെ, അതും കണ്ണും ചെവിയും വെറുതെ കണ്ണും ചെവിയും പോരാ, അഭിയുടെ അടുത്ത് ആയതുകൊണ്ട് കണ്ണും ചെവിയും എപ്പോഴും അഭിയുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒരു മാനേജറെ വേണം അവിടെ നിയമിക്കാനായിട്ട്. അപ്പൊ പിന്നെ പ്രശ്നമൊന്നുമില്ല. അത് മാത്രമല്ല, ഇനിയിപ്പം നമ്മൾ അഭിനെ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചില്ല എങ്കിൽ നവ്യക്ക് അത് സംശയമാകും. നവ്യ ചോദ്യം ചെയ്യും, വെറുതെ എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞാണ് മുത്തശ്ശൻ ഇത് സമ്മതിക്കുന്നത് തന്നെ. അങ്ങനെ ഏതായാലും നമ്മുടെ നയനയും ആദർശും കൂടെ ചേർന്ന് നവ്യയോട് പറയുകയാണ്, ഇനി മുതൽ അങ്ങോട്ടേക്ക് ഒരു ബ്രാഞ്ച് അഭിക്ക് ഞങ്ങള് തരുകയാണ്. അവനാണ് ഒരു ബ്രാഞ്ച് നോക്കി നടത്തേണ്ടത്. നീ വേണം അവനെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടെന്ന് പറഞ്ഞ് ആദർശ് ഇങ്ങനെ ഉപദേശം കൊടുക്കുകയാണ് നവ്യക്ക്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ദേഷ്യം വന്നുട്ടോ. കാരണം ഉപദേശിക്കാൻ ഒരു അർഹതയും ആദർശനില്ല എന്നൊരു ചിന്ത നമ്മുടെ നവ്യയുടെ മനസ്സിലുണ്ടല്ലോ. അവിഹിതത്തിൽ ഒരു കുഞ്ഞുണ്ടായ ആദർശാണ്, അതുകൊണ്ട് ഉപദേശിക്കാൻ ഒട്ടും അർഹതയില്ല എന്ന രീതിയിൽ തന്നെ നമ്മുടെ നവ്യ തിരിച്ച് സംസാരിക്കുകയാണ്. അതെ, നിങ്ങളുടെ ഔദാര്യമൊന്നും അല്ലല്ലോ, മുത്തശ്ശൻ പറഞ്ഞിട്ടല്ലേ എന്റെ അഭിക്ക് ആ ബ്രാഞ്ച് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ ഔദാര്യമായിട്ടൊന്നും നിങ്ങൾ കാണണ്ട എന്നുള്ള രീതിയിൽ തന്നെ സംസാരിച്ചു കേട്ടോ. ഇത് കേട്ടതും നമ്മുടെ നയനയ്ക്ക് എന്തോ പോലെയായി പോയി. നയന പറഞ്ഞു, അല്ല നവ്യേച്ചി എന്താ നവ്യേച്ചി പറയുന്നത്? ഔദാര്യമല്ല എങ്കിൽ പോലും എല്ലാ ബ്രാഞ്ചിന്റെയും MD ആദർശേട്ടനാണ്. അപ്പൊ ആദർശേട്ടൻ വിചാരിക്കണമല്ലോ ചേച്ചിയുടെ ഭർത്താവിന് ജോലി തരണമെങ്കിലും. അപ്പൊ അതുകൊണ്ടാ ആദർശേട്ടൻ പറഞ്ഞത്, അല്ലാതെ വേറൊന്നും കൊണ്ടുമല്ല. മുത്തശ്ശൻ പറഞ്ഞിട്ടൊക്കെ തന്നെയാ, ശരിയാ. അത് മുത്തശ്ശൻ പറഞ്ഞാല് ആദർശേട്ടൻ വേണ്ട എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ, ഓ നിന്റെ ഒരു ആദർശേട്ടൻ, നീ ആദർശേട്ടനെ കൂടുതൽ പൊക്കി സംസാരിക്കല്ലേ നയന, മതി, നീ നിർത്തിക്കോ. ഇവിടെ എല്ലാവർക്കും എല്ലാ സത്യങ്ങളും അറിയാം. എന്നിട്ട് ആരും ഔദാര്യം പോലെ ഞങ്ങൾക്കൊന്നും തരേണ്ടതില്ല. അവിഹിതത്തില് ഉണ്ടായ ഒരു കുഞ്ഞിനെയും കൊണ്ടല്ലേ ഇയാളിപ്പോ ഇവിടെ ജീവിക്കുന്നത്. എന്നിട്ട് തലപ്പൊക്കത്ത് കയറി തലക്കനമായിട്ട് ഇരിക്കുന്നത്. എന്നിട്ട് ഇപ്പോഴും മൂർത്തീസ് ജ്വല്ലറി MD ആയിട്ട് നടക്കുന്നത്. എന്നിട്ട് എന്റെ അഭിയെ ചോദ്യം ചെയ്യാൻ ആരും വരണ്ട. എന്റെ അഭിക്ക് ഒരു ബ്രാഞ്ച് അല്ല, ഇനിയിപ്പം ഫുൾ എല്ലാ ബ്രാഞ്ചും കൊടുത്തു കഴിഞ്ഞാലും
ഇങ്ങേര് കാണിച്ച തെമ്മാടിത്തരം എന്റെ ഭർത്താവ് കാണിക്കില്ല, അതെനിക്ക് നല്ല ഉറപ്പുണ്ട്. പിന്നെ ആരും കൂടുതൽ സംസാരിക്കുകയൊന്നും വേണ്ട, എന്റെ ഭർത്താവിനെ തള്ളി പറയുകയും വേണ്ട. എന്റെ ഭർത്താവ് എന്തെങ്കിലും ചെറിയ കള്ളത്തരം കാണിച്ചത് ഇന്നും അത് വിളിച്ചു കൂവി പറയേണ്ട ഒരാവശ്യമില്ല. കാരണം ഇങ്ങേര് ചെയ്തിരിക്കുന്നത് എന്തുമാത്രം വലിയ തെറ്റാണെന്നേ എനിക്കും എല്ലാവർക്കും ഒക്കെ അറിയാം. അതുകൊണ്ട് എന്റെ അഭിനെ കുറ്റപ്പെടുത്താന് ഒരിക്കലും ആദർശന് അർഹതയില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് അങ്ങ് പോവാണ് കേട്ടോ. എന്തോ പോലെ ആയിപ്പോയി ആദർശന്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നവ്യനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ട്, പറയാനും പറ്റത്തില്ലാത്ത ഒരവസ്ഥ. അങ്ങനെ സ്തംഭിച്ച് നിന്നു പോയിട്ടോ. അപ്പൊ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ട് നിന്നപ്പോഴത്തേക്കും പെട്ടെന്ന് അജയനും ജയനും വന്നു. അജയനും ജയനും വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും നവ്യയുടെ ഈ ഒരു അഹങ്കാരം അത് മാറി നിന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും തന്നെ ഇവർ ഇങ്ങോട്ടേക്ക് വന്നിട്ട് അവളുടെ ഒരു അഹങ്കാരം കണ്ടില്ലേ, ഇപ്പൊ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവളായിരിക്കും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പോകുന്നത്. അവള് തന്നെ അബീനെ ഉപേക്ഷിച്ച് വീട്ടിൽ പോയി നിൽക്കേണ്ട അവസ്ഥ വരും എന്നിങ്ങനെ പറയണം. അപ്പൊ മുത്തശ്ശൻ ഓടി വന്ന് പറഞ്ഞു, ദേ അങ്ങനെ ഒരവസ്ഥ ഒരിക്കലും ഉണ്ടാകാൻ പോകുന്നില്ല മക്കളെ, അങ്ങനെ ഒരവസ്ഥ ഒരിക്കലും വരില്ല. നവ്യ ഒരിക്കലും ഈ വീട്ടിൽ നിന്ന് പോവില്ല, അവളെ ഈ വീട്ടിൽ നിന്ന് ഞാൻ പറഞ്ഞു വിടത്തുമില്ല. പക്ഷേ നവ്യക്ക് അഭീന വേണ്ട എങ്കിൽ ഈ വീട്ടിൽ നിന്ന് അഭീനെ ആയിരിക്കും പറഞ്ഞു വിടാൻ പോകുന്നത്. അല്ലാതെ ഒരിക്കലും നവ്യനെ ആരും പറഞ്ഞു വിടില്ല. നവ്യനെ ഞങ്ങള് നന്ദാവനത്തിലേക്ക് അയക്കത്തുമില്ല. പറഞ്ഞില്ലേ, ജലജയും അഭിയുമായിരിക്കും ഈ വീടിന് പുറത്തുനിന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ അജയൻ പറയുന്നുണ്ട്, ഇനി എന്തെങ്കിലും സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നയനമോളുടെ സ്വഭാവമൊന്നും അല്ല നവ്യക്ക്. നവ്യ അഭിനെ വേണ്ടാന്ന് തന്നെ വെക്കല്ലേ ഉള്ളൂ മുത്തശ്ശ, അല്ല മുത്തശ്ശൻ നല്ല അച്ഛ. അപ്പം അവന്റെ ജീവിതം അത് സ്പോയിൽ ആവില്ലേ എന്ന് പറയുമ്പം അവന്റെ ജീവിതം പോട്ടെ, അവന്റെ ഭാര്യയ്ക്ക് അവനെ വേണ്ടെങ്കിൽ പോട്ടെ. ഒരു അവിഹിതത്തില് ഒരു കൊച്ചിനെ ഉണ്ടാക്കിയിട്ട് അത് സ്വന്തം ഏട്ടന്റെ തലയിൽ കെട്ടിയും വെച്ചിട്ട് ഉള്ള നെറുകേടെല്ലാം കാണിച്ചിട്ട് ഇപ്പം അവന്റെ ഭാര്യയുടെ മുമ്പിൽ നല്ല പിള്ളയും ചമഞ്ഞോണ്ട് അവൻ നടക്കുകയല്ലേ. നല്ല പിള്ള ചമയുന്നതിന് കുഴപ്പമില്ല, എന്നിട്ടോ എല്ലാ കുറ്റങ്ങളും ആദർശിന്റെ മേൽ കെട്ടിയേൽപ്പിക്കുകയും വീണ്ടും വീണ്ടും അവന് ആദർശിനെ കുറിച്ച് നവ്യോട് കുറ്റങ്ങൾ പറഞ്ഞ് അവരെ തമ്മിൽ തെറ്റിക്കാനും ഒക്കെ നോക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പൊ ഈ ബ്രാഞ്ചിന്റെ കാര്യവും അഭി തന്നെ ആയിരിക്കും നവ്യോട് പറഞ്ഞ് വിട്ടിട്ട് എന്നെ കാണാൻ നവ്യ വന്ന് ആ ഒരു ബ്രാഞ്ച് അല്ലെങ്കിൽ 2 ബ്രാഞ്ച് അഭിനെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞു. അല്ലാതെ അത് നവ്യ സ്വയമായിട്ട് വന്ന് പറഞ്ഞൊന്നുമല്ല, അതൊക്കെ അവന്റെ തന്ത്രവാ. അതൊക്കെ എനിക്കറിയാം. എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ഞാൻ അവനെ ആ ഒരു ബ്രാഞ്ച് ഏൽപ്പിക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ? ബാക്കി നമുക്ക് കാണാം. കളിക്കാൻ ഇറങ്ങിയിട്ടേ ഉള്ളൂ ഈ മൂർത്തിക്ക് അസുഖം വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഈ മൂർത്തിക്ക് വേറെ കാര്യങ്ങളൊന്നും അറിയാൻ വയ്യായികയൊന്നുമില്ല. ഈ മൂർത്തി ആരാണെന്ന് മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ അഭി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ സമയത്ത് ആദർശന് ഭയങ്കര വിഷമമായി. അപ്പൊ നയന പറയുന്നുണ്ട്, സാരമില്ല പോട്ടെ, എനിക്കറിയാം എന്റെ ചേച്ചി അങ്ങനെയൊക്കെ പറഞ്ഞതിൽ ആദർശന് വേദനയുണ്ടെന്ന്. ഞാന് എന്തിനാ വേദനിക്കുന്നത് നയനെ, എന്നെ നിനക്കറിയാം, എന്റെ അമ്മയ്ക്കറിയാം, മുത്തച്ഛനും മുത്തശ്ശിക്കും അതുപോലെ തന്നെ ഇളയച്ഛനും അച്ഛനും ഒക്കെ അറിയാം. പിന്നെ എന്തിനാ ഞാൻ വിഷമിക്കുന്നത്? ഞാൻ വേറൊന്നും ഓർത്തിട്ടല്ല വിഷമിക്കുന്നത്, നിന്റെ ചേച്ചീനെ ഓർത്താണ് ഞാൻ വിഷമിക്കുന്നത്. അവള് ഇപ്പോഴും അന്ധമായിട്ട് അഭിനെ വിശ്വസിക്കുകയാണല്ലോ എന്ന് ഓർത്തിട്ടാ എനിക്ക് സങ്കടം. ഈ വിശ്വാസം എത്ര നാളത്തേക്ക് മുന്നോട്ടേക്ക് പോകും? സത്യങ്ങൾ അറിഞ്ഞാൽ ഒരു ദിവസം തകരാന്നുള്ളതല്ലേ ഉള്ളൂ നിന്റെ ചേച്ചിയുടെ വിശ്വാസവും വിശ്വാസക്കേടും ഒക്കെ. പിന്നെ ജീവിക്കട്ടെ, അവര് നല്ല രീതിയിൽ തന്നെ ജീവിക്കുന്ന കാണാൻ നീ ആഗ്രഹിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ചന്തുമോള് ആർക്കും ഒരു അധികപ്പറ്റാകാൻ പാടില്ല. നീ സ്വീകരിക്കുന്ന പോലെ ഒരിക്കലും ചന്തുമോളെ അവള് സ്വീകരിക്കില്ല നവ്യ, അതും എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ അങ്ങ് പോട്ടെ, എല്ലാ കുറ്റവും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണെങ്കിലോ നയന. അതുകൊണ്ട് നീ വിഷമിക്കണ്ടെന്ന് പറയുമ്പം നവ്യേച്ചി മാത്രമല്ല എന്റെ വീട്ടുകാരും ആദർശേട്ടനെ കുറ്റപ്പെടുത്തുകയാണല്ലോ എന്ന് ഓർക്കുമ്പോഴാ ഇതൊക്കെ അറിയുമ്പോഴത്തേക്കും എന്റെ വീട്ടുകാരും വീണ്ടും കുറ്റപ്പെടുത്തുകയല്ലേ ഉള്ളൂ. അച്ഛനും ഒന്നും അറിയാതെ നിരപരാധിയായ എന്റെ ആദർശേട്ടനെ കുറ്റപ്പെടുത്തുമ്പം സത്യമായിട്ടും അവരോട് എനിക്ക് ദേഷ്യം തോന്നുക. സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ എന്നാ ഞാൻ ചിന്തിക്കുന്നത്. വേണ്ട, അതിന്റെ കാര്യമില്ല. ഇനിയിപ്പം അറിയേണ്ടത് എന്താണെന്ന് വെച്ചാല് അതൊക്കെ അറിഞ്ഞോളും. അല്ലാതെ നീയായിട്ട് ഇനി ഒന്നും പറയാനും എടുക്കാനൊന്നും പോകണ്ട. കൂടുതൽ പറയാനും എടുക്കാനും തിരുത്താനും ഒക്കെ പോയി കഴിഞ്ഞാലാണ് നിന്റെ ചേച്ചി അത് അറിയുകയും പിന്നെ അത് വലിയ പ്രശ്നമാവുകയും ചെയ്യുന്നത്. നിന്റെ ചേച്ചിയുടെ ജീവിതമാണെങ്കിലും നിന്റെ ജീവിതമാണെങ്കിലും ഒരേപോലെ തന്നെയാണ്. പക്ഷേ നിന്റെ ചേച്ചിയുടെ ജീവിതം തകരുമ്പോൾ നിന്റെ അച്ഛനും അമ്മയ്ക്കും വിഷമം ഉണ്ടാകും. പക്ഷെ ഇപ്പൊ നിന്റെ ജീവിതം തകർന്നിട്ടില്ലല്ലോ. അപ്പൊ നീ ആ കാര്യമൊന്നും പറയണ്ട എന്നൊക്കെ തന്നെയാണ് ആദർശ് പറയുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു സീനൊക്കെ കാണിച്ചിട്ടാണ് നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അടുത്ത വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായിട്ട് വരാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ. ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുതേ.